മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ എന്റെ മോള് എന്തൊക്കെ പരീക്ഷണങ്ങൾ അന്വേഷിച്ച. ഗോപനൊന്ന് സമാധാനപ്പെട്. മോളെ ഡോക്ടറെ കാണിച്ചല്ലോ, ഇപ്പോ ശകലം കുറവുണ്ട്. പക്ഷേ അവളുടെ അസുഖം ഭേദമാകണമെങ്കിൽ ഗോപൻ അവളെ ചെന്ന് കാണണം. ഗോപൻ എന്റെ കൂടെ വന്നേ നോക്കൂ. ഇപ്പൊ വേറൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. അമ്മക്കുട്ടിയുടെ ആരോഗ്യമല്ലേ നമുക്ക് വലുത്. എന്റെ മോൻ വേഗം ചെല്ല്. നിന്നെ കാണാത്തത് കൊണ്ട് അമ്മക്കുട്ടിക്ക് ഒന്നും സംഭവിക്കരുത്. ഗോപ, മയക്കത്തിലും അവള് അച്ഛ അച്ഛന്ന് വിളിച്ചോണ്ടിരിക്കുക. എന്റെ മോള് അറിയാം നീ ഒന്നിനും മടിക്കാത്തവളാണെന്ന്. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുമ്പോ സ്വയം ഓർത്തു നോക്കണം. നാളെ ഇതേപോലെ നിന്റെ ജീവിതവും ആരെങ്കിലും കശക്കി എറിയൂന്ന്. സ്വന്തം ചേച്ചിയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാൻ ഇത്രയും വൃത്തികെട്ട ഒരു നാടകം ഒരു പെണ്ണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തതാ നീ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവിടെ ചെയ്തു കൂട്ടിയത്. അതിന് നീ കരുവാക്കിയത് നിന്നെ കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന ഒരു പാവ മനുഷ്യന്. ചേച്ചിയുടെ ഭർത്താവ് സ്വന്തം ഏട്ടന്റെയോ അച്ഛന്റെയോ സ്ഥാനത്തൊക്കെയാ. അതുപോലും അറിയില്ലെങ്കിൽ കഷ്ടമാണ് നിന്റെ കാര്യം. ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയല്ലോ നീ. ആരാ നിനക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു തരുന്നത്? ഇതും നിന്റെ മറ്റവന്റെ ബുദ്ധിയാ? പാവമായി ഈ കുടുംബം എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാനും നിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നാനും ഒരിത്തിരി മനസ്സമാധാനം കിട്ടാനും വേണ്ടിയാ വയ്യാത്ത കാലത്തും ഈശ്വരനാമം ഒരുവിടാൻ ഭഗവാന്റെ അടുത്ത് പോയത്. അവരെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നീ അനുവദിക്കില്ലല്ലേ? അമ്മ വരുമ്പോഴേക്കും ഈ കുടുംബം നശിപ്പിച്ച നീ അടങ്ങുമല്ലേ? സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനാ നീ ഈ വക കുരുട്ടു ബുദ്ധികളൊക്കെ കാണിച്ചത്. എന്ത് വിതറിഞ്ഞ അത് നാളെ നിനക്ക് തന്നെ വിനയായി മാറും. പിന്നെ നീ ഒന്നും വിചാരിച്ച ഗോപനെ പുറത്താക്കാൻ പറ്റില്ല. അയാൾ മടങ്ങിയെത്തും അയാളുടെ കുഞ്ഞിനെ കാണാൻ. ഇതിനൊന്നും ഏത് ഗംഗയിൽ പോയി മുങ്ങിയാലും പാപമോക്ഷം കിട്ടില്ല നിനക്ക്. അത്രയ്ക്ക് ക്രൂരതകളാണ് നീ ചെയ്തു കൂട്ടുന്നത്. ഇതെല്ലാം കാണാൻ മുകളിൽ ഒരാളുണ്ട്, അത് നീ മറക്കണ്ട.
അമ്മയുടെ പൊന്നു മോളെ. ഈശ്വരന്മാരെ, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ. എനിക്ക് എന്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. കണ്ണു തുറക്കും മോളെ, മോളെ. മോളെ, അമ്മക്കുട്ടി. അച്ഛാ, മോളെ, അച്ഛാ, വേണ്ട, മോള് കിടന്നോ. അച്ഛൻ എവിടെയാ പോയത്? അച്ഛൻ എങ്ങും പോയില്ലല്ലോ. കള്ളം, ഞാൻ അച്ഛനെ നോക്കിട്ട് കണ്ടില്ലല്ലോ. അത് അച്ഛൻ വേറൊരു സ്ഥലം വരെ പോയതല്ലേ. ഇനി പോവോ അച്ഛൻ? ഇല്ല, പറ, പോവോ? ഇല്ല മോളെ. ഇനി എന്നെ വിട്ടിട്ട് പോവല്ലേ അച്ഛാ. അമ്മുക്കുട്ടിക്ക് അച്ഛനെ വേണം. ഇല്ല, ഇനി മോളെ വിട്ട് അച്ഛൻ എങ്ങോട്ടും പോവില്ല. ഇന്ന് ബാങ്ക് സ്റ്റാഫുമായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന കാര്യം മറന്നിട്ടില്ലല്ലോ. ഇല്ല സർ. അവരെ കൺവിൻസ് ചെയ്യേണ്ട പ്രോജക്ട് റിപ്പോർട്ട് റെഡിയായോ? ഓക്കെയാണ് സർ. ഗുഡ്. വേണിയല് തയ്യാറാക്കിയത്, അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ് ബാങ്കുകാർ കൺവിൻസ് ആവും. കുറച്ചധികം ഫൈനാൻസ് വേണ്ടുന്ന കാര്യമാണേ. ഞാനിപ്പോൾ വീട് വരെ ഒന്ന് പോവുക, ആ സമയത്ത് എത്തൂ. വേണി ഇതുമായിട്ട് നേരെ കോൺഫറൻസ് ഹാളിൽ വന്നാൽ മതി. ഓക്കെ സർ. അപ്പോൾ ഷാർപ്പ് 3 o'clock. ഓക്കെ സർ.
നിങ്ങളുടെ പ്രോജക്റ്റ് പ്രോഫിറ്റബിൾ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങളുടെ ബാങ്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മണി കെട്ടിക്കിടക്കാതെ മൊബിലൈസ് ചെയ്യുന്നതാണല്ലോ ഞങ്ങൾക്ക് നല്ലത്. ഷുവർ. എന്നാൽ പ്രോജക്ട് റിപ്പോർട്ട് കാണാം. ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് CD-യിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സംശയത്തിനും പഴുതില്ലാതെ ഞങ്ങളുടെ ബ്രില്യൻ സ്റ്റാഫായ മിസ് കൃഷ്ണവേണിയാണ് അത് തയ്യാറാക്കിയത്. വേണി, പ്ലീസ്. സർ, യു ഫൂൾ, വാട്ട് ദ ഹെൽ ഇറ്റ് ഈസ്? എന്താ നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്? സോറി സർ. ഞാനിത് എനിക്ക് തെറ്റിയിട്ടില്ല സർ. പക്ഷെ തെറ്റിയിട്ടില്ലെന്നോ? അപ്പൊ നിങ്ങൾ ഞങ്ങളെ സംഗീതം പഠിപ്പിക്കാൻ വന്നാണോ? ഞാൻ ക്ഷണിച്ചു വരുത്തിയവരെ നിങ്ങൾ അധിക്ഷേപിക്കുകയല്ലേ ചെയ്തത്? സോറി സർ. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും വന്നുകൂടാത്തതാ. പക്ഷെ ഞാനൊന്നും. നിങ്ങൾ കുറെ കൂടി കെയർഫുൾ ആവണം. സോറി സർ. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന്. നോ എക്സ്പ്ലനേഷൻ. സോറി സർ, നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ നഷ്ടപ്പെടുത്തി. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ മോഹനചന്ദ്രൻ, ബട്ട് നിങ്ങളുടെ സ്റ്റാഫിനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുക. സർ, ഒരു മിനിറ്റ്. ഞാൻ എന്റെ സീറ്റിൽ ഒന്നുകൂടി നോക്കി. മതി, നോക്കിയെടുത്തോളാം. സർ, നമുക്ക് പിന്നീട് ഒരു ദിവസം. ഓക്കെ മിസ്റ്റർ മോഹനേന്ദ്രൻ. സ്ഥാപനത്തിലെ ഒരാൾ കൈപ്പിഴ കാണിച്ചു എന്ന് വെച്ച് MRC ഗ്രൂപ്പിനെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. വി വിൽ മീറ്റ് അഗൈൻ. താങ്ക് യു സർ. ഓക്കെ. എന്നെ നാണം കെടുത്താനുള്ള പെർഫോമൻസ് ആയിരുന്നു അല്ലേ? സ്ഥാപനത്തോട് ഇത്രയും കൂറില്ലാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ശമ്പളം വാങ്ങിയാൽ മാത്രം പോരാ, ജോലി ചെയ്യണം. ഇത് കാരണം ഈ പ്രോജക്റ്റിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, മോഹനേന്ദ്രൻ ആരാണെന്ന് നിനക്ക് അപ്പം മനസ്സിലാവും. അവളുടെ ഒരു പ്രോജക്ട് റിപ്പോർട്ട്. വളരെ എക്സ്പ്ലോസീവ് ആയിരുന്നില്ലേ CD വെച്ചുള്ള നമ്മുടെ പെർഫോമൻസ്? എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പ്ലോസീവ്, ഗംഭീര സ്ഫോടനം തന്നെയായിരുന്നു. അതോടെ വേണി സ്മാഷ്. ഇതിനുള്ള മുഴുവൻ ക്രെഡിറ്റും എന്റെ മാർഗരറ്റിന. ഐ റിയലി അപ്രീഷിയേറ്റ് യു. എന്നെ തകർക്കാൻ നോക്കിയോ അവളുടെ തായ്വേര് ഞാൻ തകർക്കും. നിങ്ങൾ തമ്മിലുള്ള ക്ലാഷിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്റേതാണെന്ന് അറിഞ്ഞാൽ ആ പെണ്ണ് ഭൂമി കുലുക്കും. ഇല്ല മാർഗരറ്റ്, അവളിപ്പോ വെറും നനഞ്ഞ പടക്കുക. ഇനി പൊട്ടില്ല, ചുമ്മാ ചീറ്റി പോകത്തേ ഉള്ളൂ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ കൊണ്ട് ഈ വക പണികളൊക്കെ ചെയ്യിച്ചിട്ടേ ഒടുക്കം സാറ് കൈമലർത്തിയ പിന്നെ ഞാൻ പുറത്തു പോകേണ്ടി വരില്ലേ? പുറത്തു പോകേണ്ടി വരും. നീ മാത്രമല്ല, നിന്റെ ഈ GM-ഉം. ഒരിക്കൽ നീ എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഫയൽ ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ എന്റെ പ്രോജക്ട് റിപ്പോർട്ടും. ഒരു വ്യക്തിയെ കരുതേച്ച് കാണിക്കാൻ ഒരു വലിയ പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. എന്നോടുള്ള വ്യക്തിപരമായ വിരോധത്തിന് ഈ ഒരു സ്ഥാപനത്തെ കരുവാക്കണോ മിസ്റ്റർ മോഹനചന്ദ്രൻ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. നിർത്തണം മിസ്റ്റർ. നിങ്ങളുടെ ഈ വിരട്ടിൽ കണ്ട് പേടിച്ചോടുന്നവളല്ല ഈ കൃഷ്ണവേണി. എന്റെ ജീവിതത്തിന്റെ തായ്വേര് തകർക്കാൻ നിങ്ങളൊന്നും വളർന്നിട്ടില്ല. നീ എന്താ പറഞ്ഞത്? ഇതെല്ലാം നിന്റെ മാസ്റ്റർ ബ്രെയിൻ ആണെന്നോ? ഞാനും നിന്നെ പോലൊരു പെണ്ണ. തന്റെ ഇടം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ ഏറ്റുമുട്ട്. എന്നിട്ടാവാ നിന്റെ വീരവാദം.
നാണം കെട്ടവൾ. മിസ്റ്റർ മോഹനേന്ദ്രൻ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന നിങ്ങളൊക്കെ വിട്ടിയ പമ്പര വിട്ടി. നിങ്ങളുടെ ചീപ്പ് അഭ്യാസങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവളോട് മതി, വേണിയോട് വേണ്ട. ഈ CD എനിക്ക് വേണം. ഇതെന്റെ വിയർപ്പ. ഇതിന് ഒരു ബാങ്കുകാരന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യില്ല. MRC എന്നൊരു വലിയ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം വരട്ടെ, അദ്ദേഹത്തിന് മുമ്പിൽ ഇത് സമർപ്പിക്കാം. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. വെൽ ഡൺ. നല്ല ഉഗ്രം പെർഫോമൻസ്. ഇപ്പോഴാ കൃഷ്ണവേണിയായി. എത്ര അങ്കിൾ സഹിക്ക? വന്നപ്പോ മുതൽക്ക് തുടങ്ങിയതാ എന്നെ ഹരാസ് ചെയ്യാൻ. ആരായാലും റിയാക്ട് ചെയ്യില്ലേ? വിടരുത് വേണി. ഈ വക ഓലപ്പാമ്പുകളോട് മുട്ടുമടക്കിയാൽ പിന്നെ നമ്മളെയൊക്കെ എന്തിനു കൊള്ളാം? എന്നെയൊക്കെ നുറുക്കി കഷ്ണമാക്കി ജ്യൂസ് അടിച്ചു കൊടുത്താൽ ഒറ്റ വലിക്ക് അവനകത്താക്കും. അത്രയ്ക്ക് കലിയ എന്നോട്. ഞാൻ പറയുന്നതിനപ്പുറം MRCക്ക് ഒന്നുമില്ലെന്ന് അവനൊക്കെ അറിയാം. അതാ എന്റെ മുന്നിൽ ചുരുണ്ടു കൂടുന്നത്. നമ്മൾ ആനയെ പേടിച്ചാ പോരെങ്കിൽ എന്തിനാ ആന പിണ്ടത്തെ പേടിക്കണം? ഗുഡ്. ആ പ്രയോഗം എനിക്കിഷ്ടമായി. പിണ്ടമാ, വെറും പിണ്ടം, വെറും നാഷണൽ വേസ്റ്റ്. അനന്തരവനല്ലേ വെറുതെ ഇരുന്ന് തിന്നണ്ടെന്ന് കരുതി MRC അവനൊരു ജോലി കൊടുത്തതാ. അതിപ്പോ MRCക്ക് തന്നെ ഒരു പാരയായി മാറിയിരിക്കുന്നു. പലവട്ടം പുറത്താക്കാൻ ഇരുന്നതാ, അപ്പോഴും ഞാനാ തടഞ്ഞത്. എത്ര കിട്ടിയാലും നാണമില്ല. വെറും കാണ്ടാമൃഗത്തിന്റെ ജനുസ. ആദ്യം പറഞ്ഞു വിടേണ്ടത് അവളെയാ, ആ ചട്ടക്കാരി പെണ്ണിനെ. അവളാ അവനെ ഇത്ര വഷളാക്കുന്നത്. ഇഡിയറ്റ് എന്ന് ചുമ്മാ പറഞ്ഞാ പോരാ. ആ കിഴവന്റെ നെല്ല് കണ്ട അവൾ അഹങ്കരിക്കുന്നത്. മാമ്പള്ളി പറഞ്ഞതിനപ്പുറം അമ്മാവൻ ചലിക്കില്ലെന്ന് അവക്ക് നന്നായിട്ട് അറിയാം. അതാ ഇത്ര നെകളിപ്പ്. ചവിട്ടി പുറത്താക്കുക വേണ്ട രണ്ടെണ്ണത്തിനെ. ആവേശപ്പെടാതെ. പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ? എന്തിനും ഒരു 4 വട്ടം ചിന്തിക്കണം. പെട്ടെന്ന് എടുത്തിയാടിയാൽ പിന്നീടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ ആലോചിക്കണം. എന്ന് വെച്ച് ക്ഷമയ്ക്കൊരു അതിരില്ലേ അമ്മേ? ക്ഷമിക്കണം. എന്റെ മോൻ ക്ഷമിച്ചേ പറ്റൂ. നിനക്കാ മാമ്പള്ളിയുടെ വേണിയുടെ സർവനാശം കണ്ടാ പോരെ? അതിനമ്മ വഴി പറഞ്ഞുതരാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. അത് പക്ഷേ നമ്മുടെ കൈകൊണ്ടാവരുത്. അമ്മ പറഞ്ഞു വരുന്നത്? നമ്മുടെ പണം കൊണ്ട് തിന്നും കുടിച്ചും നമ്മുടെ ശൊൽപ്പടിക്ക് കഴിയുന്നില്ലേ വേട്ടപ്പട്ടി പോലെ ഒരുത്തൻ. അവനെ നീ എനിക്ക് വിളിച്ചതാ. ഹലോ, എന്താ അമ്മേ? എന്താ, നിനക്ക് സുഖമല്ലേ? അമ്മയുടെയൊക്കെ സഹായം കൊണ്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ടമ്മേ. അതാ എനിക്ക് പറ്റിയ കുഴപ്പം. ഒരു വാക്യം കൊള്ളാത്ത നിന്നെയൊക്കെ ചെല്ലും ചെലവും തന്ന് തീറ്റി പോറ്റുന്നില്ലേ? അതെന്താ അമ്മ അങ്ങനെ ഒരു സംസാരം? ആ വേണിയൊന്ന് ഒതുക്കാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. ശ്രമിക്കാഞ്ഞിട്ടല്ലമ്മേ, പറ്റിയൊരു അവസരം ഒത്തു കിട്ടണ്ടേ? അവസരം നമ്മളെ തേടി ഒരിക്കലും വരില്ല. അത് നമ്മൾ ഉണ്ടാക്കണം. നിനക്ക് പറ്റില്ലെങ്കിൽ പറ, വേറെ ആളെ നോക്കണം. അമ്മ കുറച്ചുകൂടി സമയം തരണം. അവളെ ഇല്ലാതാക്കുന്നത് എന്റെ കൂടി ജീവിതപ്രദമാണ്. അത് ഞാൻ ചെയ്തിരിക്കും. ചുമ്മാ വാചകം അടിച്ചാ പോരാ, ചെയ്തിരിക്കണം. ചെയ്തേ പറ്റൂ. അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഇനി വല്ല അസുഖം വരുത്തി വെച്ചാ നീ അവിടെ കിടക്കുകയുള്ളൂ. നിന്റെ ഈ വക സ്വഭാവക്കെ ആദ്യം നിർത്തിക്കോ. നാ കഴിക്ക്. എന്റെ കുഞ്ഞ്, എന്റെ മോൾക്ക് ഇതെന്താ പറ്റിയേ? ഒരു പനി വരുമ്പോഴേക്കും ഇങ്ങനെയാവോ?
ഞാൻ സ്കൂളിൽ ചെന്നപ്പോ മോളെ തിരക്കി. അപ്പോഴറിയണ പനി പിടിച്ച് കിടപ്പിലാണെന്ന്. നമുക്ക് ഇവിടെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കാം ഇന്ദു. ഇപ്പൊക്കെ ഭേദായില്ലേ? ഗോപന് പാവം ജോലിയില്ലെന്ന് കരുതി കുഞ്ഞിന്റെ കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. എന്തിനും ഈ അപർണയുണ്ട് നിനക്ക്. Thank you.